ഗൈസ് നമ്മൾ ഒരുപാട് കാലമായി ഒരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മാടനടയിലുള്ള കൊല്ലം മാടനടയിലുള്ള ട്രൂ വാല്യൂവിൽ നിൽക്കുവാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് 1 ലക്ഷത്തിന് അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷത്തിന് താഴെയുള്ള കുറച്ച് വണ്ടികളാണ്. ആസ് യൂഷ്വൽ ഇന്നും നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ അരുൺ ബ്രോ തന്നെയാണ്. പുള്ളിയാണ് നമുക്ക് ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വണ്ടി വാങ്ങണമെങ്കിലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിലും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലാഗ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏതാണ് കാണിക്കുന്നത്? ഒരു 95 മോഡൽ 800 ആണ്. ഓക്കെ, 95 മോഡൽ 800 ആണ് നിങ്ങൾ കാണുന്നത്. റെഡ് കളറിലാണ്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് തന്നെ പറഞ്ഞു കൊടുക്കുക അല്ലേ? 30 രൂപ റേഞ്ച് വരുന്നത്. അതാ നമുക്ക് ഈ ഒരു 24 9 മാസം വരുന്ന പേപ്പർ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഓടിച്ച് പഠിക്കാനൊക്കെ ഒന്ന് തുടങ്ങുന്നവർക്കാണെങ്കിൽ നമുക്കത് മതി. ഇപ്പം 30,000 രൂപയ്ക്ക് നിങ്ങളൊരു വണ്ടി വെക്കുന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു 800 കൂടെ കിടപ്പുണ്ട്. സിംഗിൾ ഓണറാണ്. ഓ, സിംഗിൾ ഓണറാണ്. ഇപ്പോൾ സിംഗിൾ ഓണർ 30,000 രൂപയ്ക്ക് ഒരു 800. വണ്ടി ഓടിയിട്ടുള്ളൂ 72,000. അങ്ങനെ വലിയ പണിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ടയറും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. വണ്ടിയുടെ തണ്ട് ഓവറുള്ളൊരു ബോക്ക് റൗണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. 30,000 രൂപയ്ക്കെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം കൊള്ളാമല്ലേ? പിന്നെ ഉപയോഗിച്ചിട്ട് കൊണ്ട് പൊളിക്കാൻ കൊടുത്താലും അതാണ് അത്യാവശ്യം വില കിട്ടും. ഇന്റീരിയറൊക്കെ അത്യാവശ്യം ക്ലീനാണ്. ഇത് സത്യം പറഞ്ഞാൽ ഓട്ടിച്ച് പഠിക്കാനും നമുക്കൊരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി യൂസിനും പറ്റിയൊരു വണ്ടി തന്നെ അല്ലേ? ഇപ്പം അടുത്ത വണ്ടി ഇതാണോ? പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഈ ഒരു വണ്ടി മാത്രമല്ല, അതാണ്ട് ഒരുപാട് പല റേഞ്ചിലുള്ള ഒരുപാട് വണ്ടികളിലൂടെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണിക്കാം. ഇപ്പം ഈ 1.5 ലക്ഷം രൂപയുടെ താഴെ ഈ വണ്ടികളൊന്നും കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഈ 1.5 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന വണ്ടികൾ. അപ്പം അതിൻ്റെ പേരിൽ നമ്മളെല്ലാം കൂടിയിട്ട് കൂട്ടി കുഴയ്ക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അടുത്ത ഇത് വണ്ടി നമ്മൾ കാണിക്കുന്നത്. അടുത്ത നമുക്കൊരു ബീറ്റ് കിടപ്പുണ്ട്. 2013 ഡീസൽ ബീറ്റ് കിടപ്പുണ്ട്. നമുക്ക് 2013 മോഡൽ ഇതാണ്ട് ബീറ്റ് ഡീസൽ ഇവിടെ കിടപ്പുണ്ട്. അതും കാണാൻ അത്യാവശ്യമല്ലേ? കുഴപ്പമൊന്നുമില്ല. വണ്ടിയാണ്. 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വില വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1.15 റേഞ്ച് വരുന്നത്. ഓക്കെ, 1.15 വില വയ്ക്കുന്നത്. സിംഗിൾ ഓണറാണ്. 50,000 കിലോമീറ്റർ ഓടിയില്ലേ? 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ ഓക്കെ, 2013 വണ്ടി. ടയർ അത്യാവശ്യമുണ്ട്. 4 ടയറും കുഴപ്പമില്ലാതുണ്ട്. വണ്ടിയുടെ കാണണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഷേപ്പിൽ നിന്നാണ് വണ്ടി കിടക്കുന്നത്. സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി വണ്ടിക്കകത്ത് താണ്ട അത്യാവശ്യം എല്ലാം ഉണ്ട്. പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഒരു 1.15 നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാണ്ട നല്ലൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ബീറ്റ് ഡീസലല്ലേ? ഇത് ഡീസൽ വണ്ടിയും കൂടെ ആണ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 2013 അല്ലേ? 13 മോഡലാണ്. ബീറ്റ് ഇതാണ്. സിംഗിൾ ഓണറാണ്. 52,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1.15 ആസ്കിങ്. ഓക്കെ, അടുത്ത ഇത് വണ്ടി ഷെവർലെറ്റിൻ്റെ സെയിൽ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. ഷെവർലെറ്റിൻ്റെ സെയിൽ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ആണ് വണ്ടി. 2013 ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതും താണ്ട് 2013 മോഡൽ വണ്ടിയാണ്. ഷെവർലെറ്റിൻ്റെ സെയിലാണ് വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.35. 1.35 ഈ വണ്ടിക്കകത്ത് ചോദിക്കുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വിളിച്ചിട്ട് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. സിംഗിൾ ഓണറാണോ അത് വണ്ടി? ഇതും സിംഗിൾ ഓണറാണ്. ഗൈസ്, ഇന്നത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നല്ലേ 3 വണ്ടി സിംഗിൾ ഓണർ വണ്ടികൾ തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഓക്കെ, ഇത് 1 സംതിങ് തന്നെയാണ് ഓടിയത്. അപ്പോൾ 1 സംതിങ് 1.10 റേഞ്ചൊക്കെ ആയിരിക്കും വണ്ടി ഓടിയേക്കുന്നത്. 1,04,000 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഷെവർലെറ്റ് സെയിലാണ് വണ്ടി. ഏത് ഇയറാണ്? 2013 ഡീസലാണ്. അപ്പോൾ ഇതിന് ആസ്കിങ് 1.35 പ്രൈസ്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. വണ്ടിയുടെ ഒരു ഓവറോൾ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വേണ്ട, അത്യാവശ്യം ഒരു സെഡാൻ വേണം എങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ കിടക്കുവാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇൻറ്റീരിയറും കൂടെ കാണിച്ചു തരാം. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയറാണ്. ജസ്റ്റ് ഈ ഒരു സീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയർ നൈസാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ അല്ലേ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്.
എയർ ബാഗും വരുന്നുണ്ട്. ജസ്റ്റ് ആകെ നിങ്ങൾ എടുത്തിട്ട് ഈ സീറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീറ്റ് കവർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി സെറ്റായി. ഇത് 2011 ഓൾട്ടോ LX 47,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. 2011 അല്ലേ? അടുത്ത സിംഗിൾ ഓണർ വണ്ടി 2011 ഈ വണ്ടിയും ഓൾട്ടോ LX മോഡലാണ്. ഇതിൻ്റെയും ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ തന്നെയാണ്. എത്ര 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വിശ്വസിച്ച് എടുക്കുക അല്ലേ? കാര്യം സിംഗിൾ ഓണർ വണ്ടി അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് തന്നെ വലിയ മേജർ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.65. 1.68. 1.68 ഈ വണ്ടിക്ക് ആസ്കിങ് പ്രൈസ്. ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുന്ന ടൈമിലാണ് കാണാം. ഇന്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം മെക്കാനിക്കൽ സൈഡ് വർക്ക്, പെയിന്റിംഗ് വർക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടി. മെക്കാനിക്കൽ വർക്ക് എല്ലാം ക്ലിയർ ചെയ്തേക്കുവാണ് അല്ലേ? ഇതിൻ്റെ അകത്തും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു അഴുക്കെല്ലാം പ്രത്യേകമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു കണ്ടീഷനിൽ കിടക്കുവാണ്. റീപെയിന്റഡ് ആണല്ലേ? ഓക്കെ ഓക്കെ. 2011 പറയുമ്പോൾ ടെസ്റ്റിന് ആവുന്നതാണ്. 26-ലാണ് വരുന്നത്. വേണ്ട, വണ്ടിയുടെ ഒരു ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് ഞാൻ കാണിച്ചത്. ഈ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനിൽ കിടക്കുകയാണ് കേട്ടോ. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല നീറ്റ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടി ഇതാണെന്ന് തോന്നുന്നു അല്ലേ? 1.5 ബഡ്ജറ്റിൽ താണ്ട അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടി കൂടുമല്ലേ? ഇനി കൂടും, ബഡ്ജറ്റ് കൂടും. 2.25 റേഞ്ചിലൊക്കെ വരുന്ന വണ്ടികളാണ്. പിന്നെ ഓൾട്ടോ 800 തന്നെ 2012 കിടപ്പുണ്ട്. ഇപ്പം ഈ ഒരു 1.68 കഴിഞ്ഞാൽ അടുത്ത ഏതാണ് വണ്ടി? നമുക്ക് 2.25 റേഞ്ചിൽ കിടപ്പുണ്ട്. 2.4. ഇപ്പോൾ അടുത്ത വണ്ടി കിടക്കുന്ന പറഞ്ഞാൽ ഓൾട്ടോ 800 ആണ്. അതിൻ്റെ ഡീറ്റെയിൽ 2012 മോഡലാണ്. 78 ആ റേഞ്ച് ഓടിയുള്ളൂ. വണ്ടി വില വരുമ്പോഴത്തേക്ക് ഒരു 2.15 റേഞ്ച് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി നീറ്റാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടികൾ കുറച്ചൊന്ന് ബഡ്ജറ്റിലേക്ക് കയറുന്ന വണ്ടികളായിരിക്കും. അപ്പോൾ ഇത് 2.15 ആസ്കിങ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എത്രയാണ് ഓടിയേക്കുന്നത്? 78 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 ഓൾട്ടോ 800 ആണ്. അപ്പം ഇതാണ്ട ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് കയറിയ വണ്ടിയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു വോക്ക് റൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ അധികം വണ്ടികളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോക്കകത്ത് നമ്മൾ വണ്ടി കിടക്കുന്ന ബാക്കി ഒരുപാട് വണ്ടികളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പം എന്താ നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് വണ്ടി വേണമെങ്കിലും അതിൻ്റെ എൻക്വയറി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം മാടനടയാണ്. നേരെ വരുന്നത് നമ്മുടെ ട്രൂ വാല്യൂ ആണ്. നമ്മുടെ അരുണിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, മോഡിഫിക്കേഷൻ കാർ ആൻഡ് ബൈക്ക് റിലേറ്റഡ് ചെയ്ത് ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഇതും കൂടെ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഒരാൾക്ക് ആഗ്രഹം കാണുമല്ലോ അല്ലേ, ഒരു വണ്ടി എടുക്കണം, പണിയണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ബഡ്ജറ്റ്, ചെറിയ ബഡ്ജറ്റിൽ നിന്ന് തുടങ്ങി വലിയ ബഡ്ജറ്റിലേക്കുള്ള വണ്ടികൾ കാണിക്കുന്നത്. പിന്നെ എല്ലാം കൂടെ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം 50 മിനിറ്റും 1 മണിക്കൂർ അടുപ്പിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അടുത്ത ദിവസം തന്നെ മറ്റേ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ.